ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് വീട്ടുവളപ്പിൽ വൈകിട്ട് 5 മണിക്ക് നടക്കും. ഇപ്പോൾ ചാലക്കുടി നഗരസഭാ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. നേരത്തെ തൃശൂർ മെഡിക്കൽ കോളേജിലും സംഗീത നാടക അക്കാദമി ഹാളിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ചാലക്കുടി നഗരസഭാ ഹാളിൽ നിന്ന് ശ്യാം കൃഷ്ണനുണ്ട്. ശ്യാം, നഗരസഭാ ഹാളിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് മൃതദേഹം. എത്രത്തോളം ആളുകളാണ് അവസാനമായി മണിയെ കാണാൻ എത്തിയിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ചാലക്കുടി നഗരസഭയിലേക്ക് മണിയെ ഒരു നോക്ക് കാണുന്നതിന് വൻ ജനവാഹനമാണ്. അഥവാ പോലീസിന്റെ നിയന്ത്രണ സംവിധാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ജനങ്ങളെ എത്തുന്ന കാഴ്ചയാണ്. എല്ലാ ഗേറ്റുകളും തകർത്താണ്. ഈ മുനിസിപ്പൽ ഓഫീസിലേക്കുള്ള 4 ഗേറ്റുകളിൽ 2 ഗേറ്റുകളിലൂടെ മാത്രമാണ് പോലീസ് ജനങ്ങളെ കടത്തിവിട്ടിരുന്നത്. എന്നാൽ ഈ 4 ഗേറ്റുകളും ആളുകളുടെ തിക്കിലും തിരക്കിലും തുറന്ന് എല്ലാവരും ഇവിടേക്ക് ഇടിച്ച് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ മണിയെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. നമുക്കറിയാം, കലാഭവൻ മണി ഉയർച്ച സിനിമയുടെയും അഭിനയത്തിൽ ഏത് ഘട്ടങ്ങളെ പുൽകുമ്പോഴും തനിക്ക് തന്റെ സ്വന്തം നാട്ടുകാരുടെ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധാലുവായിരുന്നു. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളിയായി, മണൽ തൊഴിലാളിയായി, കലാപ്രവർത്തകനായി, നാടൻ പാട്ടുകാരനായി എല്ലാം ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ കലാഭവൻ മണി എന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഓരോ മരണവീടായതിന് തുല്യമായിരുന്നു കലാഭവൻ മണിയുടെ മരണവാർത്ത ഈ നാടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏവരും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും കലാഭവൻ മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ പൊതുദർശന എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. വൈകിട്ട് 5 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നതിന് നിരവധി ആളുകളാണ് ഇവിടുന്നൊക്കെ കാണുന്നതിന് പുറത്ത് നിൽക്കുന്നത്. ഇങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നതിനുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കുകയാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത്. ഇതേ തിരക്ക് ദയവായി തുടരുക. ഇപ്പോൾ മണിയുടെ വീടായ മണികൂടാരത്ത് നിന്നും സനൂപ് ശശിധരനുണ്ട് വിവരങ്ങളുമായി. സനൂപ്, ഇന്ന് വൈകിട്ടാണ് സംസ്കാരം. മണിയുടെ വീട്ടിൽ 5 മണിക്കാണ് വീട്ടുവളപ്പിൽ വെച്ചാണ് സംസ്കാരം നടക്കുക. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? എത്രത്തോളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? തീർച്ചയായും 5 മണിക്കാണ് കലാഭവൻ മണിയുടെ സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും എന്നറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 5 മണിയിൽ നിന്ന് വൈകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ചാലക്കുടിയിൽ ഇപ്പോൾ പൊതുദർശനത്തിന് ആരംഭിച്ചതേ ഉള്ളൂ. വലിയ ജനത്തിരക്കാണ് അവിടെയുള്ളത്. ഇപ്പോൾ കലാഭവൻ മണിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത്. പ്രത്യേകം ബാരിക്കേഡുകൾ കെട്ടി നേരത്തെ രാവിലെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇവിടെ വലിയ നീണ്ട ക്യൂ തന്നെ കാണാം. രാവിലെ മുതൽ തന്നെ ഇവിടെ കലാഭവൻ മണിയുടെ വീടായ മണികൂടാരത്തിന് മുന്നിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അന്ത്യോപചാരം അർപ്പിക്കാനായി ആയിരക്കണക്കിന് പേരാണ് രാവിലെ മുതൽ എത്തിയിരുന്നത്. അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരുമുണ്ട്. രാവിലെ മുതൽ തന്നെ നല്ല വെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വെയിലിനെല്ലാം അവഗണിച്ചുകൊണ്ട് തങ്ങളിൽ ഒരാളായി ജീവിച്ച, തങ്ങളിൽ ഒരാളായിട്ട് എല്ലാ കാലവും എല്ലാ പരിപാടികൾക്കും വിശേഷങ്ങൾക്കും എല്ലാം തങ്ങളുടെ എല്ലാം ദുഃഖത്തിൽ പങ്കുചേർന്നുണ്ടായിരുന്ന കലാഭവൻ മണിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഒരു വശത്ത് പ്രത്യേകം സജ്ജമാക്കിയ ബാരിക്കേഡിൽ ക്യൂ നിൽക്കുന്നത്. വളരെ രാവിലെ മുതൽ തന്നെ നീണ്ട നില നമ്മൾ ഒരുപാട് പേരെ കണ്ടു. ഈ ചാലക്കുടിയിലെ സ്പന്ദനം കൃത്യമായി അറിഞ്ഞ ഒരു വ്യക്തി, അതിൽ ഒപ്പം ജീവിച്ച ഒരു വ്യക്തി തന്നെയാണ് കലാഭവൻ മണി എന്നതിന് സംശയമില്ല. അത് ഇവിടെ കാത്തു നിൽക്കുന്നവരുടെ ഓരോ മുഖത്തും തങ്ങളുടെ ഒരു സഹോദരനെ അല്ലെങ്കിൽ മകനെ, വീട്ടിൽ ഒരാൾ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് എല്ലാവരും രാവിലെ മുതൽ തന്നെ ഉണ്ട്. നമ്മൾ പലരെയും കണ്ടു. കലാഭവൻ മണി എനിക്ക് മകനായിരുന്നു, ഞങ്ങൾക്ക് മകനായിരുന്നു, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനായിരുന്നു, വീട്ടിൽ ഒരു അംഗം തന്നെ ആയിരുന്നു എന്ന് പറയുന്ന നിരവധി പേരെയാണ് നമ്മൾ കണ്ടത്. ചെറിയ കുട്ടികളടക്കം, മുതിർന്നവർ അടക്കം ഉണ്ടായിരുന്നു. അതിൽ നാട്ടിലൊരു വിശേഷമുണ്ടെങ്കിൽ അതിൽ കലാഭവൻ മണി തീർച്ചയായും ഉണ്ടാകുമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി. ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറായി, അതുപോലെ തന്നെ കിണർ കുത്താൻ പോയിക്കൊണ്ടും ചാലക്കുടി പുഴയിൽ മണൽ വാരിയുമെല്ലാം ജീവിതം തുടങ്ങിയ ഒരു സാധാരണക്കാരനായ ഒരു നടൻ തന്നെയായിരുന്നു അദ്ദേഹം. വലിയ സിനിമാ താരം ആയി മാറിയെങ്കിലും അദ്ദേഹം ആ താരജാടയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നാട്ടിൽ എന്ത് വിശേഷമുണ്ടെങ്കിൽ അത് വിഷു ആയാലും ഓണമായാലും എല്ലാം അദ്ദേഹം ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും, നാട്ടുകാർക്കൊപ്പം ഉണ്ടാവും. അമ്പലത്തിലെ ഉത്സവം നടക്കുമ്പോൾ അവിടെയും ഉത്സവവേദിയിലും സജീവ സാന്നിധ്യമായിരുന്നു. ചില അമ്പലങ്ങളുടെ ഉത്സവം അദ്ദേഹം നേരിട്ടാണ് നടത്തിയിരുന്നത് എന്നതുകൂടി എടുത്ത് പറയേണ്ടതുണ്ട്. അത്രയും ആത്മബന്ധം കലാഭവൻ മണിയുമായിട്ട് ചാലക്കുടിക്ക് ഉണ്ടായിരുന്നു, ചാലക്കുടിക്കാർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കലാഭവൻ മണിക്ക് തിരിച്ചുമുണ്ടായിരുന്നു. എങ്ങനെ ഓർക്കുന്നു കലാഭവൻ മണി? നിങ്ങൾ കലാഭവൻ
ഞങ്ങൾ കോട്ടയത്ത് നിന്ന് പുള്ളി അവിടെ ഷൂട്ടിങ്ങിനൊക്കെ വരുമ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ ഇന്ന് 2 മണിക്ക് ഇവിടെ വന്നതാണ്. 2 മണിക്ക് വന്നതാണ്, കണ്ടിട്ട് ഹോസ്റ്റലിൽ. എങ്ങനെയാണ് കലാഭവൻ മണിയെ രാവിലെ തൊട്ട് വന്ന് നിൽക്കുന്നതാണോ? ഉച്ചയൊക്കെ വന്നതാണ് ഞങ്ങള്. എങ്ങനെ ഓർക്കുന്നു കലാഭവൻ മണി? എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല, വളരെ വിഷമമുണ്ട്. തീർച്ചയായും ഇത് ഓരോരുത്തരുടെയും മനസ്സിൽ തട്ടിയുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടുന്നത്. ഒരുപക്ഷെ മലയാള സിനിമയിൽ ഒരുപക്ഷെ കലാഭവൻ മണിക്ക് മാത്രമായിരിക്കും ഇത് അവകാശപ്പെടാൻ സാധിക്കുക. തുടരുക. ശ്യാം കൃഷ്ണനിലേക്ക് പോകുന്നു. ശ്യാം, മരണകാരണത്തെക്കുറിച്ച് കൂടി ഈ അവസരത്തിൽ അറിയേണ്ടതുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിൽ, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കരൾ രോഗം ഗുരുതരമായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മെഥനോളിന്റെ അംശം കണ്ടെത്താൻ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. മരണകാരണം സംബന്ധിച്ച് എന്ത് സൂചനകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? സനൂപിലേക്ക് മണിയുടെ വീട്ടിൽ നിന്ന് സനൂപ് ശശിധരൻ ചേരുന്നു. സനൂപ്, എത്രത്തോളം ആളുകൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്? പ്രമുഖരായ ആരെല്ലാമാണ് ഇപ്പോൾ അവിടെയുള്ളത്? അത്തരത്തിൽ ആരും വന്നിട്ടില്ല. ഒരുപക്ഷെ തൃശ്ശൂരിൽ ഒരുപാട് പ്രമുഖർ എത്തിയിരുന്നു. അപ്പം ചാലക്കുടിയിൽ പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തും ഒരുപാട് പേർ പൊതുദർശനത്തിന് എത്തിയിരുന്നു. വീട്ടിലേക്ക് സംസ്കാരം നടക്കുന്ന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് സാധാരണക്കാർ മാത്രമാണ്. ചാലക്കുടിക്കാരായ അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാഭവൻ മണിയുടെ ആരാധകരും അതുപോലെ തന്നെ കലാഭവൻ മണി അടുത്തറിയുന്നവരുമായി അല്ലെങ്കിൽ കലാഭവൻ മണിയുമായി ഏതെങ്കിലും ഘട്ടത്തിൽ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബന്ധപ്പെട്ടവരോ ആണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. കലാഭവൻ മണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാട്ടുകാർക്ക് ഇവിടെ പലരും അദ്ദേഹം ചെയ്തിരുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അതായത് നാട്ടിലൊരാൾക്ക് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ, നല്ല ചികിത്സ. ശ്യാം കൃഷ്ണനിലേക്ക് പോകേണ്ടതുണ്ട്. ശ്യാം, മെഡിക്കൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. കരൾ രോഗം ഗുരുതരമായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിയുന്നത്. മെഥനോളിന്റെ അംശം കണ്ടെത്താൻ ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. മരണകാരണം സംബന്ധിച്ച് എന്ത് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ല ഇപ്പോൾ നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ എന്താണ് മരണകാരണം എന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കരൾ രോഗം വളരെയധികം മൂർച്ഛിച്ചിരുന്നു. അത് തന്നെയായിരിക്കാം മരണകാരണം. എന്നാൽ നേരത്തെ പറഞ്ഞു കിട്ടുന്നത് പോലെയുള്ള മിഥൈൽ ആൽക്കഹോളിന്റെ അംശം എത്രമാത്രം ശരീരത്തിലുണ്ടായിരുന്നു എന്ന് വിവരങ്ങളിൽ രാസപരിശോധന നടത്തണം. കലാഭവൻ മണിയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വിവരങ്ങളുമായി മണിക്കൂടരത്ത് നിന്ന് സനൂപ് ശശിധരനുണ്ട്. വീണ്ടും സനൂപ്, ഇന്ന് വൈകുന്നേരമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇതിനായി എത്രത്തോളം ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും, പ്രതിനിധികൾ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? അത്തരത്തിൽ സിനിമ സംഘടനയിൽ നിന്ന്, സാംസ്കാരിക രംഗത്തു നിന്ന് ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ചാലക്കുടിയിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്ന സാധാരണക്കാർ ആയ ജനങ്ങളാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒപ്പം തന്നെ ചാലക്കുടി നിവാസികളുമാണ് ഇവിടെ മുഖ്യമായും എത്തിയിരിക്കുന്നത്. സർക്കാർ പ്രതിനിധികളെല്ലാം ആ സമയമാകുമ്പോഴേക്കായിരിക്കും എത്തുക. 5 മണിക്കാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 12 മണി മുതൽ 3 മണി വരെ ചാലക്കുടിയുടെ ടൗൺ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ മുനിസിപ്പാലിറ്റി അങ്കണത്തിൽ പൊതുദർശനത്തിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പൊതുദർശനം വൈകാനാണ് സാധ്യത. അവിടെ വലിയ ജനത്തിരക്കാണുള്ളത്. നേരത്തെ ശ്യാം തന്നെ അക്കാര്യം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജനത്തിരക്കുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു നോക്ക് കണ്ട ശേഷമായിരിക്കും മിക്കതും ഭൗതിക ശരീരം അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാം. 5 മണിക്ക് തന്നെയാണ് ഭൗതിക ശരീരം സംസ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുമ്പായി വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെയും അല്പനേരം, കുറച്ചു നേരം പൊതുദർശനത്തിൽ വയ്ക്കും. ഇവിടെയും ആയിരക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന് വീട്ടിന് മുന്നിൽ എപ്പോഴും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി സമീപവാസികൾ അടക്കമുള്ളവർ ഉണ്ട്. അവരെല്ലാം കാണാനുള്ള ചെറിയൊരു അവസരം ഒരുക്കും. അതിനുശേഷം 5 മണിക്ക് തന്നെ സംസ്കാരം നടത്തും. അതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും, ചിത ഒരുക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ചേച്ചിയുടെ മകൻ സിനീഷാണ് ചിതയ്ക്ക് തീ കൊടുക്കുക. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിനിധികളെല്ലാം ആ സമയത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ സർക്കാരിന് വേണ്ടി ഇതിനു മുമ്പ് പ്രദർശനത്തിന് വെച്ച തൃശ്ശൂരും അതുപോലെ തന്നെ ചാലക്കുടിയിലെ നഗരസഭാ അങ്കണത്തിലും അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. വീട്ടിലേക്ക് അത്തരം പ്രമുഖരാരും തന്നെ കാര്യമായി എത്തിയിട്ടില്ല. സമയമാകുമ്പോഴേക്കും എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സനൂപ് ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ അന്തരിച്ച കലാഭവൻ മണിയുടെ സംസ്കാരം വൈകിട്ട് 5 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ഇപ്പോൾ ചാലക്കുടി നഗരസഭാ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.